വീണ്ടും പൂരപ്പറമ്പിലേക്ക് നമ്മൾ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ നമ്മൾ നടക്കുന്ന സന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. ഒരുപക്ഷെ തലയെടുപ്പുള്ള ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ നമ്മുടെ പൂരനഗരിയിൽ വലിയ ആവേശം നിറയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കിപ്പം തത്സമയം ചേരുകയാണ് വിഷ്ണു സുരേഷ്, എന്താണ് നമ്മുടെ തെച്ചിക്കോട്ടിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ പറയൂ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പുകാവ് ഭഗവതിയുടെ തിടമ്പേറ്റിത പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻപിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരനഗരിയിലേക്ക് എത്തിയിരിക്കുന്നു. അതിനെ വരവേൽക്കാൻ വേണ്ടി വലിയ ജനാരവം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരും മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാമന്റെ ദൃശ്യം പകർത്തുകയാണ്. രാമന് അകമ്പടിയായി ലിബർട്ടി ഉണ്ണിയും അതോടൊപ്പം തന്നെ ശ്രീകുട്ടനും അകമ്പടിയായി ഉണ്ട്. തൊട്ടപ്പുറത്ത് പരപ്പള്ളി ശാസ്താവിന്റെ ഘടകപൂരം എത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഘടകപൂരങ്ങൾ നേർക്കുനേർ വരുന്ന കാഴ്ചയാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഇതൊക്കെയാണ്. പരപ്പള്ളി ശാസ്താവും അതോടൊപ്പം തന്നെ ചെമ്പുകാവ് ഭഗവതിയും നേർക്കുനേർ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മുൻപിൽ നിൽക്കുന്നു. ഇവിടെ നിന്ന് ഇവർ രണ്ടുപേരും കിഴക്കേ ഗോപുര നട വഴി ഇറങ്ങി കയറി വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുര നട വഴി പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമ്മൾ കരുതുന്നത്. നിലവിൽ ഇവിടെ ഇപ്പോൾ പഞ്ചവാദ്യം നടക്കുകയാണ്. പഞ്ചവാദ്യത്തിന് അകമ്പടിയോടുകൂടിയാണ് രണ്ടുപേരും രണ്ട് ദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ടേക്ക് എത്തിയത്. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ടിംഗ് ഫാക്ടർ എന്ന രീതിയിൽ പ്രശസ്തി നേടിയ ഒരു ആനയാണ്. ആ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണുന്നതിന് വേണ്ടി രാവിലെ 4 മണി മുതൽ തൃശ്ശൂരിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ചെമ്പുകാവ് ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തിയിരുന്നു. ആ തിരക്ക് അവിടെ നിന്ന് ആരംഭിച്ച് ഈ സംഗമ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഇവിടെയും ആ തിരക്കിന് ഒരു കുറവുമില്ല. പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ഞങ്ങളുടെ പ്രിയപ്പെട്ട രാമരാജൻ എന്ന് വിളിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാൻ, ഏകഛത്രാധിപതി വട്ടമുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാൻ, അഭിസംബോധന ചെയ്യാൻ, ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി എത്തി നിൽക്കുന്ന ദൃശ്യം വളരെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. രാമനകത്തേക്ക് വടക്കുന്നാഥന്റെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണുള്ളത്. 8:45 8:45 9 മണിക്കും 10 മണിക്കും ഇടയിൽ ചെമ്പുകാവ് ദേശത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് കയറണം. ആ സമയമാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത്. ആ പശ്ചാത്തലത്തിലാണ് നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിരാവിലെ തന്നെ ചെമ്പുകാവ് ദേശത്ത് നിന്ന് രാമൻ ചെമ്പുകാവ് ഭഗവതിയുടെ തിടമ്പേറ്റി ഇങ്ങോട്ടേക്ക് എത്തിയത് ക്ഷേത്ര സന്നിധിയിലേക്ക് ഇനി കയറാൻ നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നത് അതൊന്ന് ചെമ്പുകാവ് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയിൽ തൃശ്ശൂർ പൂരം കൊട്ടിക്കയറുകയാണ്. മേളപ്പെരുമയിൽ തൃശ്ശൂർ നിവാസികളൊക്കെ തന്നെ ഇളകി വശായിരിക്കുന്നു വേണമെങ്കിൽ പറയാം. ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾക്ക് കടുത്ത വലിയ ആവേശം പകരുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഈ പൂരത്തിൻ്റെ വിന്യാസം മുഴുവൻ പ്രേക്ഷകരിൽ എത്തിക്കാൻ എല്ലാവിധമായ ഒരുക്കങ്ങളും നമ്മൾ നൽകിക്കഴിഞ്ഞു. 11 മണിയോടെ മഠത്തിൽ വരെ പഞ്ചവാദ്യം ആരംഭിക്കും. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഇലഞ്ഞിത്തറമേളം ഉണ്ടാകും. ഇതെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകരിലെത്തിക്കാൻ എല്ലാവിധമായ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒഴിച്ചാൽ പൂരത്തിൻ്റെ പൊലിമ ഒട്ടും ചോരാതെ പൂരപ്രേമികൾക്ക് ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.